യോശുവയുടെ പുസ്തകം 19 അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഷീലോവിൽ വെച്ച് ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കുവാൻ ചീട്ടിട്ടപ്പോൾ രണ്ടാമത്തെ നറുക്കു വീണത് ആർക്കാണ്? ശിമയോന്. ആരുടെ അവകാശത്തിന്റെ ഇടയിലാണ് ശിമയോന് അവകാശം ലഭിച്ചത്? യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ. യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ഓഹരി ലഭിച്ച ഗോത്രം ഏതായിരുന്നു? ശിമയോൻ മക്കളുടെ ഗോത്രം. ശിമയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി എത്ര പട്ടണങ്ങളാണ് അവകാശമായി കിട്ടിയത്? 17 പട്ടണങ്ങൾ. രാമയുടെ മറ്റൊരു പേരെന്ത്? ബാലത് ബേർ. യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമയോൻ മക്കൾക്ക് അവകാശം ലഭിക്കാൻ കാരണം എന്താണ്? യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ടാണ്. ഷീലോവിൽ വെച്ച് ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കാൻ ചീട്ടിട്ടപ്പോൾ മൂന്നാമത്തെ നറുക്കു വീണത് ഏത് ഗോത്രത്തിനായിരുന്നു? സെബൂലൻ മക്കൾക്ക്. ആരുടെ അവകാശത്തിന്റെ അതിരാണ് സാരിത് വരെ ഉണ്ടായിരുന്നത്? സെബൂലൻ മക്കളുടെ അവകാശത്തിന്റെ അതിരാണ്. സെബൂലൻ ഗോത്രത്തിന് എത്ര പട്ടണങ്ങളാണ് അവകാശമായി കിട്ടിയത്? 12 പട്ടണങ്ങൾ. ഷീലോവിൽ വെച്ച് ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കാൻ ചീട്ടിട്ടപ്പോൾ ഇസാഖാരിന് എത്രാമത്തെ നറുക്കാണ് വീണത്? 4ാമത്തെ നറുക്ക്. ഇസാഖാർ ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര? 16 പട്ടണങ്ങൾ. ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കാൻ ചീട്ടിട്ടപ്പോൾ ഇസാഖാരിന് ശേഷം ആർക്കാണ് നറുക്കു വീണത്? ആശേർ മക്കളുടെ ഗോത്രത്തിന്. ആശേർ ഗോത്രത്തിന്റെ അതിരിലുള്ള മഹാനഗരം ഏത്? സീദോൻ. ആശേർ ഗോത്രത്തിന്റെ അതിരിലുള്ള ഉറപ്പുള്ള പട്ടണമേത്? സോർ പട്ടണം. ആശേർ ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര? 22 പട്ടണങ്ങൾ. ഗോത്രങ്ങൾക്ക് ഭാഗം വെക്കാൻ ചീട്ടിട്ടപ്പോൾ 6ാമത്തെ നറുക്കു വീണത് ആർക്കാണ്? നഫ്താലി മക്കൾക്ക്. നഫ്താലി ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര? 19 പട്ടണങ്ങൾ. ആരുടെ അവകാശമാണ് സെബൂലിനോടും ആശേരിനോടും യഹൂദായോടും തൊട്ടിരിക്കുന്നത്? നഫ്താലി മക്കളുടെ അവകാശം. നഫ്താലി മക്കളുടെ ഗോത്രത്തിന് എത്ര പട്ടണങ്ങളാണ് അവകാശമായി കിട്ടിയത്? 19 പട്ടണങ്ങൾ. ഇസ്രായേൽ മക്കളിൽ അവസാനത്തെ നറുക്കു വീണത് ആർക്കാണ്? ദാൻ മക്കളുടെ ഗോത്രത്തിന്. ഇസ്രായേൽ മക്കളിൽ ആരുടെ അവകാശമാണ് പൊയ്പോയത്? ദാൻ മക്കളുടെ അവകാശം. ദാൻ മക്കൾ യുദ്ധം ചെയ്ത് തങ്ങളുടേതാക്കിയ ദേശം ഏത്? ലേശം ദേശം. തങ്ങൾ പിടിച്ചടക്കിയ ലേശമിന് ദാൻ മക്കളിട്ട പേര് എന്ത്? ദാൻ. തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരമാണ് പേരിട്ടത്. ഇസ്രായേൽ മക്കൾ യഹോവയുടെ കൽപ്പന പ്രകാരം എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് യോശുവയ്ക്ക് കൊടുത്തത് എപ്പോഴാണ്? അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം. യോശുവയ്ക്ക് ലഭിച്ച അവകാശ ഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹില്. യോശുവയോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതൻ ആരായിരുന്നു? ഏലയാസർ പുരോഹിതൻ. ശേഷിച്ച 7 ഗോത്രങ്ങളുടെയും ദേശവിഭാഗം യോശുവ അവസാനിപ്പിച്ചത് എവിടെ വെച്ചായിരുന്നു? ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച്. ഗോത്രങ്ങളുടെ ദേശവിഭാഗം പൂർത്തിയാകുന്നത് വിവരിക്കുന്നത് ഏത് അധ്യായത്തിലാണ്? 19-ാം അധ്യായത്തിൽ. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.